മീനിന്റെ വയറ്റിനകത്ത് കടന്നപ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോഴും യൂനുസ് നബി അല്ലാഹുവിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെ ദുആ ചെയ്യണം, ഇങ്ങനെ ദുആ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിരാശയാണോ? കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവരില്ലേ? ഒരു സഹോദരൻ പറഞ്ഞു 8 വർഷമായി മക്കളില്ലെന്ന്. അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ വിചാരിക്കുന്നുണ്ട്, കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്നവർ, വീടില്ലാതെ നടക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ, നമ്മൾ എന്തു പറയുന്നത് കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ആര് പറഞ്ഞ് അവസാനിച്ചത്? ആരാ പറഞ്ഞത്? നീ എന്റെ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത എന്ത്? ഡോക്ടർമാര് പറയും നിനക്ക് കൗണ്ടിംഗ് ഇല്ല, അല്ലെങ്കിൽ ഗർഭപാത്രമില്ല, പലതും പറയും. നീ എന്തിനാ വിശ്വസിക്കുന്നേ? ഡോക്ടറല്ലല്ലോ അള്ളാഹ്, അള്ളയുണ്ടല്ലോ നിന്റെ കൂടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു, മക്കളില്ലാത്ത നിനക്ക് എന്തേ നിരാശ വന്നത്? എന്തേ നിനക്ക് അള്ളാഹ്ക്ക് മക്കളെ തരാൻ കഴിയില്ലേ? നിനക്ക് വീട് തരാൻ കഴിയില്ലേ? നിന്റെ രോഗം മാറ്റാൻ കഴിയില്ലേ? നിന്റെ പ്രയാസം മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? അള്ളാഹുവിന് കഴിയും സഹോദര. നീ ദുആ ചെയ്യ്. 120ഓളം വയസ്സുള്ള സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നു, എനിക്ക് ആരോഗ്യമില്ല, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രായമാണ്, എല്ലാം ശരി, എന്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. പടച്ചോനെ, നിനക്ക് കഴിയും എനിക്കൊരു കുഞ്ഞിനെ തരാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ദുആയാണ് നമുക്ക്